നമസ്കാരം. ന്യൂസ് 99 കേരള പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് വീണ്ടും സ്വകാര്യ ബസ് തൊഴിലാളികൾക്ക് നേരെ ആക്രമണം. വിദ്യാർത്ഥിനിയോട് ബസ് കണ്ടക്ടർ കൺസെഷൻ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ബസ് കണ്ടക്ടർക്ക് നേരെ സംഘം ചേർന്ന് ആക്രമണമുണ്ടായത്. ഗുരുതര പരിക്കേറ്റ ബസ് കണ്ടക്ടർ കൊടുവള്ളി ആശുപത്രിയിൽ ചികിത്സയിൽ. എന്റെ ഓള വണ്ടിയിൽ ഓർഡർ പിടിച്ച് തള്ളിയിട്ട് ഫോണടക്കം പൊട്ടിപ്പോയി. മോനെ നമ്മളെ കുറെ പൈസ വെച്ചെങ്കിൽ വിദ്യാർത്ഥികളെ ഇതുപോലത്തെ നായിന്റെ മക്കളെ ഉണ്ടാക്കി അതെനിക്ക് ഒരുത്തന്റെ ഔദാര്യമല്ല. പൈസ തരുന്നില്ലെങ്കിൽ പൈസ തരുന്നില്ല. ഔദാര്യമല്ല. മനസ്സിലായില്ലേ? പാസ് കൊടുക്കുന്ന പാസ് നിങ്ങൾ ഇറക്കിയോ? നിർത്തിക്കോ, മനസ്സിലായിക്കോ. നിങ്ങൾ നിർത്തിയിരിക്കണം. നന്നായിരിക്കണം. ഇന്നലെ വൈകിട്ട് 6:30യോടെയാണ് സംഭവം. തോട്ടിൽപ്പാലം തലശ്ശേരി ബാലുശ്ശേരി റൂട്ടിൽ സർവീസ് നടത്തുന്ന ജഗന്നാഥ് ബസ്സിലെ കണ്ടക്ടർ വിഷ്ണുവിനെയാണ് സംഘം ചേർന്നെത്തിയ ആളുകൾ ക്രൂരമായി മർദ്ദിച്ചത്. ജഗന്നാഥ് ബസ് ഉച്ചയ്ക്ക് 3:50 തലശ്ശേരിയിൽ നിന്ന് വരുന്ന സമയം ബസ്സിൽ കയറിയ വിദ്യാർത്ഥിനിയോട് വിദ്യാർത്ഥി കൺസെഷൻ കണ്ടക്ടർ ആവശ്യപ്പെട്ടിരുന്നു. കൺസെഷൻ കയ്യിലില്ലാത്ത വിദ്യാർത്ഥിനിയോട് കൺസെഷൻ എടുക്കണമെന്ന് പറയുകയും തുടർന്ന് കൺസെഷൻ ടിക്കറ്റിൽ തന്നെ യാത്ര ചെയ്യുകയും ചെയ്തു. തുടർന്ന് 6:20 ബസ് തലശ്ശേരിയിൽ നിന്ന് തിരിച്ചു വരുന്ന വഴി ചൊക്ലിയിൽ നിന്ന് ഒരാൾ ബസ്സിൽ കയറുകയും 2 കിലോമീറ്റർ ദൂരത്ത് നിന്ന് മറ്റൊരാൾ കൂടി ബസ്സിൽ കയറി കണ്ടക്ടറെ അതിക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു. തുടർന്ന് ബസ്സിനെ പിന്തുടർന്നെത്തിയ ഇന്നോവയിൽ വന്നതടക്കം പെരിങ്ങത്തൂർ ടൗണിൽ നിന്ന് സംഘം ചേർന്ന് കണ്ടക്ടറെ മർദ്ദിച്ചു. 25ഓളം വയസ്സ് പ്രായം തോന്നിക്കുന്ന സ്ത്രീ ബസ്സിൽ കയറി വിദ്യാർത്ഥിയാണെന്ന് പറഞ്ഞപ്പോൾ നിയമപരമായി കണ്ടക്ടറുടെ അവകാശമാണ് കൺസെഷൻ കാർഡ് ആവശ്യപ്പെടുക എന്നത്. ഇത് ആവശ്യപ്പെട്ട കണ്ടക്ടർ വിഷ്ണുവിനെ വിദ്യാർത്ഥിനിയുടെ ഭർത്താവും കൂടെയുള്ളവരും ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു എന്നാണ് ബസ് തൊഴിലാളികൾ പറയുന്നത്. തലയ്ക്കും മൂക്കിനും കണ്ടക്ടർക്ക് സാരമായ പരിക്കുകളുണ്ട്. വയറിന് മർദ്ദനമേറ്റതിനാൽ യൂറിൻ സംബന്ധമായ അസുഖവും ഉണ്ടെന്ന് സംശയം ഉള്ളതായി ബന്ധപ്പെട്ടവർ പറയുന്നു. ചൊക്ലി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 99 കോഴിക്കോട്.